ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് കണ്ടു നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടൊരു വ്ളോഗാണ്. വലിയ എക്സ്പെക്ടേഷനോടുകൂടി ഈ വീഡിയോ ഒന്ന് കണ്ടേക്കരുത് കേട്ടോ നിങ്ങൾ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ കുറച്ച് ഡ്രസ്സ് ഒന്ന് പർച്ചേസ് ചെയ്യാൻ പോയതാണ്. അതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ അത്ര തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തെന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണാം. അപ്പൊ നമുക്ക് എല്ലാവരും കൂടി വീഡിയോയിലിട്ട് പോകാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഭയങ്കര ചൂടാണ് കേട്ടോ, പുറത്ത് ഭയങ്കര വെയിലാണ്. അപ്പൊ ഞാൻ എൻ്റെ ആയുഷുകൊണ്ട് ചാച്ചനുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളൊരു തണല് കണ്ടപ്പോ ഇവിടെ നിന്ന് കയറിയത് കേട്ടോ. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. അത് കേട്ടോ, കാറ്റ് കാരണം ഭയങ്കര കാറ്റാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ സോറി കേട്ടോ. ഞാൻ മൈക്കൊന്നും എടുത്തിട്ടില്ല, ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ട് എടുക്കുന്ന ഒരു വീഡിയോ അല്ല. പെട്ടെന്ന് ഒരു സഡൻ ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പൊ ഭയങ്കര ചൂടാ. ചൂട് ഈ മാസത്തോടുകൂടി മാറുമെന്നാണ് വിചാരിക്കണത്. സുഹൈൽ നക്ഷത്രം കണ്ടിട്ടുണ്ടെന്നാണ് ഇന്നലെ ഞാൻ വാർത്ത പറഞ്ഞു കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 30 ദിവസത്തിനുള്ളിൽ ചൂടൊക്കെ ഒന്ന് റെഡി ആവും കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ പോയ സമയത്ത് ചൂടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറയായിരുന്നു ഇനി നടക്കാനൊക്കെ പോണെന്ന്. കാരണം തടിയൊക്കെ ഒരുപാട് കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കിന്ന് ഇനിയും ഇല്ല നടക്കാൻ പോണം. ഇന്ന് ഞാൻ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്ക് ഉറപ്പൊന്നുമില്ല നടക്കാൻ പോകുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. എൻ്റെ തീരുമാനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മാറുകയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നോടൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലോട്ട് നടക്കുവാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്, പക്ഷെ ഇനി അതൊന്നും നോക്കുന്നില്ല. വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അതേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അവിടെ വെച്ച് വീഡിയോ എടുക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കടയില്. അപ്പൊ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും, ആ കടയിലുള്ളവർക്കും ബുദ്ധിമുട്ടാവും. അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ? വെറുതെ എന്ത് നട്ട കണ്ണി പറയണം വെയിലാണ് കേട്ടോ. ഭയങ്കര വെയിലാണ്. നിങ്ങളൊക്കെ വിചാരിക്കും ഇവിടെ ദുബായ് അല്ലേ, സുഖമല്ലേ? അല്ല കേട്ടോ, ഭയങ്കര വെയിലാണ്. വെയിലത്താണ് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, ഈ പെണ്ണ് എന്തോ ഈ ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞോട്ട് പോകുന്നേന്നാന്ന് തോന്നുന്നു. ഇതെന്താ വട്ടാവുന്നോന്നൊക്കെ വിചാരിച്ചാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഇന്നുണ്ടല്ലോ, ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് ഓഫായൊരു ദിവസമാണ്. അപ്പൊ ആ ഓഫായൊരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു. നിങ്ങളെ കാണിച്ചു തരാനൊന്നും പറ്റിയില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുമായിരുന്നു ചെയ്ത്. വൈകിയ എണിച്ച് ഓൾറെഡി ആക്കി ഉണ്ടാക്കി കഴിച്ച് പെട്ടെന്ന് അങ്ങ് കുളിച്ചേച്ച് പെട്ടെന്നൊരു തീരുമാനം എടുത്താ. സത്യം പറഞ്ഞാൽ വേറെ സ്ഥലത്ത് പോയതാ. പോയി വന്ന വഴി കണ്ടതാണ് കട. അപ്പൊ പെട്ടെന്ന് തോന്നി ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കണമെന്ന്. അങ്ങനെ കയറിയെടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. വളരെ റേറ്റ് കുറഞ്ഞ 2-3 സൽവാറാണ് ഞാൻ എടുത്തത്. എനിക്കിഷ്ടം ഫേവറേറ്റ് സൽവാർ സാരിയൊക്കെയാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത്. പക്ഷെ ഡെലിവറി കഴിഞ്ഞപ്പോൾ കുറച്ച് വെയിറ്റ് ഒക്കെ ഒന്ന് ഇൻക്രീസ് ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അതിന് പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. വീട്ടിൽ ഞാൻ റോഡൊന്ന് ക്രോസ് ചെയ്തിട്ട് തിരക്കില്ല. ഉച്ചയൊക്കെ ആയതുകൊണ്ട് എല്ലാ തിരക്കൊന്നും ഇല്ല. എന്റെ പൊന്നുമോള് അവിടെ തുണി നിന്ന് കിടക്കുന്നുണ്ട്. വിശക്കുവാന്ന് തോന്നുന്നു. ഞങ്ങൾ നടന്നാട്ടോ പോയേ. തൊട്ടടുത്തായിരുന്നു പോകേണ്ടത്. അവിടെ നടന്നാ അങ്ങ് പോയത്. നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു ഇത്. ഇനിയിപ്പോ സ്ഥിരം ഇങ്ങനെയൊക്കെ ഒരു വാക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഞാൻ ചൂടായിട്ടാ പുറത്തോട്ടൊന്നും ഇറങ്ങായിരുന്നത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ദുബായിയൊക്കെ ഒന്ന് കാണാട്ടോ. നിങ്ങൾ എവിടെ നിന്നാ എന്റെ വീഡിയോ കാണണേന്നൊന്ന് പറയണേ. ദുബായിൽ ഇരുന്നിട്ടാണോ, ഏത് രാജ്യത്തിരുന്നാണെന്നൊക്കെ ഒന്ന് പറയട്ടോ. ഇനി പത്തനംതിട്ടയിൽ നിന്നാണോ, എറണാകുളത്തു നിന്നാണോ, എല്ലാം എന്നോട് പറയണേ. അപ്പൊ ഞാൻ ഫ്ലാറ്റിന്റെ കീഴിലെത്തിയിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ നിന്നിട്ടാ. ഭയങ്കര ചൂടാട്ടോ. അപ്പൊ ഞാൻ ഒരു ഗ്രോസറി കരുതാം. റൂമിന്റെ അടുത്ത് എത്താറായി. ഒരു ഗ്രോസറി കരുതാട്ടോ. അപ്പൊ ചാച്ചനൊരു ഡൂ എടുത്തു, ഐശ്വര്യൊരു 11 അപ്പ്, പിന്നെ എനിക്കൊരു അൽമറയുടെ ഒരു സാധാരണ നാരങ്ങാ വെള്ളം. വേറൊന്നുമില്ല. അപ്പൊ ഐശ്വ ഇവിടെ കയറ് പൊട്ടിക്കുക, അവക്ക് പൊട്ടിച്ചു കൊടുക്കാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി കൊടുത്തു. അവക്ക് അത് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഞാനൊന്ന് കുടിക്കുക. എനിക്ക് വയ്യ. എനിക്ക് ചൂടെന്ന് വെച്ചാൽ എന്തൊരു ചൂടായത്.
ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മള് റൂമിലോട്ട് പോവാണ്. വേറെ ഒന്നുമില്ല, ഇത് കൂടി കുടിച്ചിട്ട് അങ്ങ് റൂമിലോട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ വീട്ടിലെത്തി മക്കളെ, വീട്ടിലെത്തി. ലിഫ്റ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കാം കേട്ടോ. ലിഫ്റ്റ് ഒന്ന് വന്നിട്ട് ഫ്ലാറ്റിന്റെ മുകളിലോട്ട് കയറണം. അപ്പൊ ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞു. ഇവിടേക്ക് എന്ന് പറഞ്ഞുണ്ടല്ലോ, നമ്മൾ ടിഷ്യൂ പേപ്പർ അതുപോലെ കുപ്പി ഇതൊന്നും റോട്ടിലൊന്നും വലിച്ചെറിയ പാടില്ല. നമ്മള് വേസ്റ്റ് ബിന്നിൽ വേണം ഇടാൻ. ഇതുപോലെ നമ്മുടെ നാട്ടിലും വരാണെങ്കിൽ എത്ര നന്നായിരിക്കും, എത്ര വൃത്തിയായിട്ടിരിക്കും ഇവിടെ. അതുകൊണ്ട് നല്ല റോഡും അതുപോലെ എല്ലാം നല്ല വൃത്തിയായിട്ടാട്ടോ കിടക്കുന്നത്. അത് പറയാണ്ടിരിക്കാൻ വയ്യ, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, ഓടിച്ചാടി ഒരു തോരൻ വെക്കാമെന്ന് കേട്ടോ വിചാരിച്ച. അപ്പോൾ ഒരു പയറാണ് കിട്ടിയത്. ആ പയർ വെച്ചിട്ട് പെട്ടെന്നൊരു തോരൻ അങ്ങ് തട്ടിക്കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കണം. അപ്പം അതിന് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഇതാണ് കേട്ടോ എൻ്റെ അസിസ്റ്റന്റ്, ഇതാണ് എൻ്റെ സഹായി. അപ്പൊ ഞാനിവിടെ പയർ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ പാത്രത്തിലോട്ട് നോക്കിയപ്പോ ഒരൊറ്റ പയറിന്റെ പാത്രത്തിലല്ല കേട്ടോ, എല്ലാം പുറത്താണ് ഉള്ളത്. ഇതാണ് പറയണത് ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നതല്ലേ, അത് ഏകദേശം ഇതായിട്ട് വരും. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യത്തിൽ കറക്റ്റായി, ഇപ്പൊ എന്റെയും കാര്യത്തിൽ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സഹായി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സഹായി ഇതിനകത്ത് കയറി കുളിക്കുക പയറിനകത്ത്. അപ്പൊ ഞാനേ ഓടി വന്നതാണ് കേട്ടോ. ഓടി വന്ന് നമുക്കിനി ഒരു ചെറിയ പയറ് മെഴുക്കുരുട്ടിയോ അല്ലെങ്കിൽ തോരനോ എന്താന്ന് വെച്ചാൽ വെക്കാം നമുക്ക്. ചോറിന് ഞാൻ ചോറും ഉണ്ടാക്കിച്ചും പിന്നെ ഐഷുവിൻ്റെ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. വരുമ്പോ പെട്ടെന്ന് എപ്പോഴാ വന്നേന്ന് അറിയാം. അപ്പൊ ഞാനിതെല്ലാം വലിയ ഇതൊന്നും വേണ്ട കേട്ടോ, വലിയ ഡെക്കറേഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് തട്ടിക്കൂട്ട് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കാരണം പോയി വന്നോണ്ടേ അങ്ങ് ക്ഷീണവാ, പിന്നെ ഭയങ്കര ചൂടാ ഇവിടെ. ചൂട് വേർത്തങ്ങ് ഒലിക്കുക കേട്ടോ. AC ഉണ്ട്, പക്ഷെ AC ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് പുറത്തൊന്ന് ഇത് കയറിപ്പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എപ്പോഴും റൂം അടഞ്ഞു കിടക്കുമല്ലേ, ഇപ്പോൾ ഇവിടെ ഉള്ളപ്പോഴല്ലേ നമുക്ക് തുറന്നൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒന്ന് തുറന്നിട്ടേക്കോണം, വെളിച്ചൊക്കെ ഒന്ന് കയറട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്റെ സഹായിക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്, പക്ഷെ കാര്യമൊന്നുമില്ല. എല്ലാം പറക്കി ഇവിടെയൊക്കെ വിരിച്ച് ഇവിടെയൊക്കെ ഇടുവന്നേ, ഇവിടെ എല്ലാം ഇടുക. എന്നാലും ഇതേ 1-2 എണ്ണം ഞാൻ അതേ അരിഞ്ഞ കൂട്ടത്തിൽ 1-2 എണ്ണം എടുത്ത് മാറ്റി വെച്ചിരുന്നു. സഹായി ഭയങ്കര ഉപദ്രവമാണ് കേട്ടോ. എന്തോ പറയാനുള്ള ഇതിനെ കുറിച്ച് 4 അക്ഷരം ഒന്ന് പറഞ്ഞേ അങ്ങോട്ട്. 10 പറ. കരഞ്ഞിട്ടിരിക്കുക ഭയങ്കര. നീ ഇപ്പൊ ഭയങ്കര ജാട, ഇനിയിപ്പോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ എന്താന്നറിയോ, ഇവിടെ സാധാരണ ഇവിടെ കരഞ്ഞു മെഴുകുക, ഒന്നും പറയാനും നിവൃത്തിയില്ല കേട്ടോ. ഫോൺ വിളിക്കാൻ നിവൃത്തിയില്ല. ഇപ്പൊ ഫോൺ വിളിച്ച അപ്പത്തെ നമ്മളെ ഫോൺ മേടിച്ചെടുക്കുക. ഇവിടെ ഓഫീസിൽ നിന്നൊക്കെ കോള് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഉണ്ടാൻ പറ്റത്തില്ല. ഇവിടെ ഒഫീഷ്യലായിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫോൺ അങ്ങ് മേടിച്ചിട്ട് അങ്ങ് പോട്ടോ. അത് മാത്രല്ല, ഫോൺ ഇവിടെ എവിടെയെങ്കിലും കിടന്ന് ഞാൻ ഫോണ് റിമോട്ട് ഒക്കെ വെച്ചിട്ട് ഹലോ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അതൊന്ന് പറഞ്ഞേ, ഹലോ ഹലോ ഐഷു, ഹലോ 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 അച്ഛ അച്ഛനെ വിളിക്കണം. അച്ഛനെ വിളിക്കാം. ഹലോ 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 ചാച്ചാ, ഹലോ ചാച്ചാ. ഞങ്ങളെ അപ്പൊ ഇതൊക്കെ പോയി ഉണ്ടാക്കാന്ന് വെച്ചാൽ കിച്ചണിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഞാനൊരു ഡ്രസ്സൊക്കെ ഇടിച്ചു കൊടുത്തു. പുറത്ത് പോയി വന്നിട്ട് ഞാൻ ഡ്രസ്സ് ഊരിയിട്ടാണ് കേട്ടോ. ആവശ്യം അങ്ങ് വേർത്ത് അങ്ങ് കുളിച്ചായിരുന്നു. ഞാനും വേർത്ത് കുളിച്ച് നിൽക്കുവാണേ. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം. വാ, ഇതൊക്കെ ഇടുക്ക്. അപ്പൊ ഞാനേ ഒരു തോരൻ വെക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ. ഐഷുവിനെ ഇവിടെ ഇരുത്തി വെച്ച് നമുക്ക് അങ്ങ് പോവാം അടുക്കളയിലോട്ട്. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നെ കണ്ടുകഴിഞ്ഞാൽ അവൾക്ക് എന്റെ പുറവല്ല. പുറവ് പറഞ്ഞതിനോട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, എന്നെ അങ്ങ് ശല്യപ്പെടുത്തും. കാലുമൊക്കെ അങ്ങ് കെട്ടി മാറി എല്ലാത്തിനും തോന്നണം. ഭയങ്കര അസിസ്റ്റന്റാ. അപ്പൊ ഞാൻ അപ്പൊ തേങ്ങ ഞാൻ ചിരണ്ടിട്ട് ഫ്രീസറിൽ വെച്ചാണ് കേട്ടോ. അപ്പൊ ഒന്ന് പുറത്ത് വെച്ചിട്ട് ഇതൊന്നും മാറ്റി. ഇപ്പൊ ഭയങ്കര കട്ടായിട്ടിരിക്കാം. ഇതൊക്കെ എടുത്ത് വെച്ചേക്കാം. ആ നേരോട് ഞാൻ ഉള്ളിയാണ് എടുക്കുന്നത്. അതും കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഞാൻ വരാം.
ഞാനപ്പോൾ ഉള്ളിൽ പൊളിച്ചെടുക്കും കേട്ടോ. ഭയങ്കര സെൻസിറ്റീവ്. ആദ്യമൊക്കെ ഞാൻ വന്ന സമയത്ത് കേട്ടോ, ദുബായിൽ വന്ന സമയത്ത് എനിക്ക് ഒത്തിരി പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഒത്തിരി പാത്രങ്ങളൊന്നും മേടിക്കത്തില്ല. ഞങ്ങളിതുപോലെ പുറത്തൊക്കെ പോണ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറയും ഇതുപോലെ പുറത്തുനിന്ന് പാത്രം വാങ്ങിക്കും ആ പാത്രം വാങ്ങിക്കും എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ ഞാൻ പറയും വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട. ആകെ അപ്പം എന്ത് പാത്രം ഉണ്ടാവും നമ്മുടെ കയ്യിൽ? ഒരു പാനും പിന്നെ ഒരു എന്താ പറയുക, ഒരു കുക്കറൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു ചോറ് വെക്കാനായിട്ടൊരു പാത്രം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ചെറിയ ചെറിയ ഒരു പ്ലേറ്റ്, അങ്ങനെ 2 പ്ലേറ്റ്, 2 പേരുണ്ടുള്ളത് 2 പ്ലേറ്റ്, 2 സ്പൂണ്, അങ്ങനെയൊക്കെ കേട്ടോ ഞങ്ങൾ മേടിക്കാം. അപ്പൊ എന്റെ വിചാരം എങ്ങനെയാന്ന് അറിയോ, ഇത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണ്ടേ, എന്തിനിത്രയും മേടിച്ചു വിട്ടണേ? നാട്ടിൽ പോലെ നെക്സ്റ്റ് വർഷം നമുക്ക് നാട്ടിൽ പോകാമല്ലോ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് നാട്ടിൽ പോകാമല്ലോ, പിന്നെ നമ്മൾ എന്തിനത്രയും മേടിച്ചു വിട്ടണേ? അങ്ങനെയൊക്കെ ഒരു വിചാരമായിരുന്നു. അപ്പൊ ഇത് എന്ത് ചെയ്ത് ഒഴിവാക്കിയിട്ട് പോകും, അങ്ങനെയൊക്കെ ഒരു വിചാരം. നമുക്ക് ഏതെങ്കിലും അറബിയെ പറ്റിച്ച് ഇത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം, അങ്ങനെ ഒരു ചിന്തയാണ് അത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ കൊല്ലങ്ങൾ ഇങ്ങനെ പോയി വന്നപ്പോഴുണ്ടല്ലോ എനിക്ക് മനസ്സിലായി പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റില്ല. ഇവിടുന്ന് ഒരു തവണ നമ്മൾ പ്രവാസിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഒന്നും പോക്ക് നടക്കത്തില്ല. എന്തിനാ ലീവിന് പോലും നമുക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടോ. പിന്നെ ഒരു ഭാഗ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. അതാണ് നമ്മളൊരു ഭാഗ്യം എന്ന് പറയുന്നത്. കുറേ പേര് ഫാമിലി ആയിട്ട് അല്ലാണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. കത്തിക്ക് മൂർച്ചയില്ല. കഴിഞ്ഞ ദിവസം ചാച്ചനൊന്ന് മൂർച്ച വരത്തി വെച്ചേ, പക്ഷെ ഈ കത്തിക്ക് എത്ര മൂർച്ചയില്ലെന്ന് തോന്നി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇപ്പൊ സമയം എത്ര 2 മണി എങ്ങാണ്ടായെന്ന് തോന്നുന്നു. ഈ കറക്കവും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ സമയം അങ്ങ് പോയി പെട്ടെന്ന്. ഇടയ്ക്ക് ചോറ് ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് വരുമ്പോഴേ ചോറ് കഴിക്കാനൊക്കെ അങ്ങ് മിസ്സായി പോകും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില ദിവസം ചാച്ചൻ ഉണ്ടാവത്തില്ല, ഞാൻ ഉണ്ടാവത്തുള്ളൂ. ജോലിക്കൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഞാൻ വിചാരിക്കും എന്തിനാ, ചിലപ്പോൾ ചാച്ചൻ നെയ്റ്റൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും എന്തിനാ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ ഞാൻ എന്തിനാ ഇപ്പോൾ കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കണേ എനിക്കൊരാൾക്ക് വേണ്ടിയിട്ട് എന്ന് വിചാരിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴങ്ങനല്ല. ഞാൻ ഉണ്ടാക്കാൻ ലൈഫും കൂടി വന്നപ്പോൾ ഞാൻ മസ്റ്റായിട്ട് ഉണ്ടാക്കും. ഞാൻ അങ്ങനെ എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് എന്തെങ്കിലും കറി മുളക് കൊടുത്തതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെ നോൺ വെജിനോടൊന്നും വലിയ എനിക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ എപ്പോഴും മീനോ ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവർക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂല്ലേ ഞാൻ ഈ ഇത്ര ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്യുക, ഇവർ 2 പേരല്ലേ ഉള്ളൂ, കഴിച്ച് തീരുന്നുണ്ടോ? ഞാനിത് ഡെയിലി ഉണ്ടാക്കുന്നതല്ല കേട്ടോ. ചിലതൊക്കെയാണ് ഞാൻ ഡെയിലി ഉണ്ടാക്കത്തുള്ളൂ. ചില സമയത്ത് എൻ്റെ മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീർന്നു പോകത്തില്ല. 1-2 ദിവസത്തേക്കൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. ചിലപ്പോൾ 1-2 ദിവസം കൂട്ടും. അതിനുശേഷം ഒരു തോരനും കൂടി ഉണ്ടാക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ വെച്ച് വെക്കുന്നത്. പിന്നെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എപ്പോഴും നമുക്കിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം എനിക്കൊരു ചേട്ടനെ മെസ്സേജ് അയച്ചു കേട്ടോ. ഫേസ്ബുക്കിൽ കേട്ടോ മെസ്സേജ് അയച്ചേ. ഞാൻ ആദ്യമൊന്നും ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നു പറഞ്ഞു ലിങ്ക് അയച്ചു കൊടുക്കത്തില്ലായിരുന്നു. ഒട്ടും സബ്സ്ക്രൈബർ ഇല്ലാത്തപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ലിങ്ക് അയച്ചു കൊടുക്കേണ്ട ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ലിങ്ക് അയച്ചു കൊടുത്തേക്കാം. ഫേസ്ബുക്കിലാണെങ്കിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ലിങ്ക് അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന ചേട്ടനൊന്നും അല്ല. അപ്പോൾ ചേട്ടനോട് പറയാം കേട്ടോ, നിങ്ങളുടെ സബ്സ്ക്രൈബർ വളരെ കുറവാണല്ലോ എന്ന് ചോദിച്ചു. ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പം ചേട്ടൻ പറയാം കേട്ടോ, ഞാൻ ഗൂഗിളിൽ സൈൻ ചെയ്തിട്ടില്ല. എന്താ അപ്പൊ ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇതുപോലെ തന്നെയല്ലേ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ഇത്ര വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഭയങ്കര ഇതൊന്നും അല്ല, ഞാനൊരു ഓർഡിനറി ആളാണ്. അപ്പൊ ഇത്ര ഫോളോ ചെയ്യാനൊന്നും പെട്ടെന്ന് ഒരാൾ എന്നെ ഫോളോ ചെയ്യാനൊന്നും ഞാൻ വലിയ ആളൊന്നും അല്ല. ഞാൻ സെലിബ്രിറ്റി ഒന്നും അല്ല. ഞാൻ സാധാരണ ഒരാളാണ്. എനിക്ക് ഇത്രയൊക്കെ തന്നെ വിശേഷങ്ങളൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ എന്നെ ചാടി കയറി ആരും അങ്ങനെ ഫോളോ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയൊന്നും ചെയ്യത്തില്ല. കണ്ട് വരുന്നതേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചെയ്യത്തുള്ളൂ. എനിക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ല. ഞാൻ സാധാരണ രീതിയിൽ തന്നെ പറയാം സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ.
പക്ഷെ പുള്ളി എന്നെ ഒരുപാട് ഡീമോട്ടിവേറ്റ് ചെയ്തു, എന്തിനാ അങ്ങനെ വീഡിയോ ചെയ്യുന്നത്, അങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ വീഡിയോ ചെയ്യാൻ. ഞാൻ എന്തെങ്കിലും വലിയ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. എനിക്കിവിടെ അധികം സംസാരിക്കാനൊന്നും ഫ്രണ്ട്സില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് അതിന് ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, എനിക്കൊരു ഒരു എന്താ പറയുക, ഒരു കൂളാവാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്കൊരു ഫ്രീ ആവാൻ വേണ്ടി, ഒരു എൻഗേജ്മെന്റ് ആവാൻ വേണ്ടി അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. അതൊക്കെ നിങ്ങളും കൂടി കാണിച്ചു തരാം. അപ്പം നിങ്ങളും കൂടി അത് എൻജോയ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പൊതുവെ ഇഷ്ടമാണ് സംസാരിക്കാനും, ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, അല്ലാണ്ട് ഞാൻ ഒരുപാടൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തോന്നുന്നുണ്ടാകട്ടെ, എനിക്കങ്ങ് വേഷം നിർത്ത് വയ്യ. അപ്പോൾ പയറും ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചട്ടോ. എനിക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര എക്സ്പേർട്ടായിട്ടൊന്നും അരിയാൻ അറിയത്തില്ല കേട്ടോ. എനിക്ക് കൈ വെച്ച് അരിയാനേ അറിയത്തുള്ളൂ. ഞാൻ ഈ കൈ വെച്ച് അരിയുമ്പോൾ എൻ്റെ കെട്ടുവാനങ്ങ് പേടിയാണ്, കൈ മുറിഞ്ഞു പോകുമോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരി ഷേപ്പിലൊന്നും കിട്ടിയില്ല വേണ്ടില്ല, എങ്ങനെയും കരുവരാന്ന് അരിഞ്ഞാൽ പോകും. കട്ടിംഗ് ബോർഡിലിട്ട് അരിയും പറഞ്ഞ് എന്നെ നിർബന്ധിക്കുക കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടോ, അതിനകത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവേ. കുറച്ച് വെളിച്ചെണ്ണ ഓർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി ഒന്നും വെളിച്ചെണ്ണ നമുക്ക് വരി കൊടുക്കണ്ട, കാരണം നമ്മൾ തേങ്ങ ഇടുന്നുണ്ടല്ലോ അതുകൊണ്ട്. അപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഒന്ന് പൊട്ടിക്കെട്ടിട്ട് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മാറി നിൽക്കുന്നു കേട്ടോ. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇപ്പൊ ചേർത്ത് കൊടുക്കണേ. എന്നാലും വെറുതെ പുറത്തോട്ട് എടുത്ത് കളയാനുള്ളതല്ലേ, അപ്പൊ ഞാൻ ഇല്ല, കറിവേപ്പില ഇല്ല. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അത് ഇത്ര പൊട്ടിത്തെറിക്കുന്നു. അപ്പൊ ഞാൻ ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട്, ചെറിയുള്ളി ഒരു 10 എടുത്തിട്ടുള്ളൂ കേട്ടോ, ചെറിയ 10. നിങ്ങളുടെ വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 5 മതി കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ. ഇപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോരനിലുണ്ടല്ലോ ഒരുപാട് ഇതുപോലെ വെളുത്തുള്ളി ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തോരനിൽ ഒരുപാട് വെളുത്തുള്ളി ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, നമ്മൾ ചോറുമ്പൊതി കെട്ടിക്കിട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, കൊതി തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് വരുന്നത്. ഭയങ്കര സ്മെല്ലാട്ടോ, നല്ലൊരു മണമാണ് അതിന്. എനിക്ക് ആ ഒരു സ്മെല്ല് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ലേശം ഉപ്പ് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിട്ടാൽ എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. പെട്ടെന്ന് ഉള്ളിയൊന്നും ആടിക്കാൻ വേണ്ടിയിട്ടാണേ. കാരണം വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ളത് സഹനശേഷിയില്ല. വയറ്റിൽ നിന്ന് ഭയങ്കര വിളി. ലേശം മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ ഉണ്ടാവും, അതൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പൊ അഡീഷണൽ ആയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഐഷു ഇങ്ങോട്ട് കഴിക്കണ്ടേ, അപ്പൊ ഞാൻ ഒരുപാട് എരിവിലൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. ഐഷു അവിടെ നിന്ന് സോറി കേട്ടോ, ഐഷു അവിടെ നിന്ന് കാർട്ടൂൺ കാണുവാണ്. ഐഷു ഇപ്പോഴും ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അമ്മ അത് വേണം, അമ്മ ഇത് വേണം, അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെല്ലാം ഇട്ട് നോണിന് ഒപ്പായിടാം. ഇതെല്ലാം ചൂടായി നല്ല റെഡി ആയി കിടക്കുന്നുണ്ട്. മുരിഞ്ഞിട്ട് അവ പയറിട്ട് കൊടുക്കുവാണേ.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ സമയത്ത്. അപ്പൊ പയർ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. കയ്യൊന്നും വേണ്ടേ. ഞാനേ സോപ്പൊടി പിടിക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് കൈ കഴുകി. കുറച്ച് തേങ്ങ കൊണ്ട് എടുത്ത് വെച്ചേക്കാം. പിന്നെ മതിയാവും. ഈ തേങ്ങയോട് ഒന്ന് വെന്ത് വെക്കും കേട്ടോ, അത് വെക്കുന്ന ആയിരിക്കും. തുണി അലക്കാൻ ഇടുക കേട്ടോ. ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ലീവുള്ളപ്പോഴല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പിന്നെ എനിക്ക് ഫ്രീയായിട്ടിരിക്കാം. അത് കഴിയുന്നു. കുറച്ചുകൂടി കുറഞ്ഞുണ്ട്, പിന്നെ നോക്കാം. ഇനി ഇതൊക്കെ ഒന്ന് ഒത്തുക്കട്ടെ. അപ്പോൾ പയറായിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ തേങ്ങ കണ്ടപ്പോഴാണ് കേട്ടോ, തേങ്ങ മൊത്തവും ഇതിനകത്തോട്ട് ഇടാണ്ട് എനിക്ക് സമാധാനം വരത്തില്ല. എൻ്റെ തോരനിലൊക്കെ ദൂരം ഒരുപാട് തേങ്ങ ഇടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ഇട്ടിട്ടുള്ള തോരൻ. പല ടൈപ്പ് തീറ്റ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു തീറ്റ ഞാൻ ആദ്യമായിട്ട് കാണും. എന്തെങ്കിലും കാണിക്കട്ടെന്ന് വെച്ച് വിട്ടേക്കും കേട്ടോ, അല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഫോണിലൊക്കെ കുട്ടികളെ ചെയറിട്ട് കൊടുത്തിട്ട് തീറ്റ വെച്ച്. ഈ ഫിലിപ്പീൻസിനെ അങ്ങനെ എന്തോ അന്യരാജ്യക്കാരുടെ പിള്ളേരാണ്. അവരുണ്ടല്ലോ ആ പാത്രത്തിൽ നിന്ന് കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് സ്പൂണൊക്കെ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് അത് കഴിക്കും കേട്ടോ. ഇതിനൊക്കെ എന്ത് ട്രെയിനിങ് കൊടുത്ത് നന്നാക്കാനാ, പ്രതീക്ഷയില്ല എനിക്ക്, ഒരു പ്രതീക്ഷയില്ല കേട്ടോ. എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ച് വിട്ടേക്കുക. മോനെ ചോറ് കഴിച്ചേക്കാം. ഇനി ഇതൊക്കെ കഴിഞ്ഞ് വേറൊരു പരിപാടി ഉണ്ട്, ഫേഷ്യൽ. ഫുഡൊക്കെ എടുത്തിട്ട് ഫേഷ്യൽ ചെയ്യാ. തുടങ്ങിയിട്ടില്ല കേട്ടോ, സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇത് കുളിപ്പിക്കണം അതിനെ. ഇന്ന് കഴിക്കാൻ ചോറ്, തോരൻ, പിന്നെ ഒരു അച്ചാറാണ്, മാങ്ങാച്ചാറാണ് കേട്ടോ. പിന്നെ ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കിയത്. അത് 2 ദിവസമായി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അതും കൂടി ഉണ്ട്, വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓഫ് ഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുക ഒന്നും നിന്നില്ല. പുറത്തു പോയേക്കായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ എന്റെ മോൾ ഇവിടെ ഇരുന്ന് നശിപ്പിക്കുന്നുണ്ട് കേട്ടോ വാരി. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളിപ്പോ ഒരുപാട് ഇപ്പൊ പുറത്ത് നാട്ടിലിരിക്കുന്നവരെന്താ വിചാരിക്കുക, പ്രവാസികള് ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് നടക്കുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആയിരിക്കും ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ പയറൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ അച്ചിങ്ങപ്പയറൊക്കെ ഇല്ലേ, അച്ചിങ്ങപ്പയറൊന്നും നാട്ടിലെ ആ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നാട്ടിലിപ്പോൾ നമുക്കൊരു കൃഷിപ്പണിയാണെങ്കിൽ ഇപ്പോൾ ഒരു നാട്ടിൽ നിൽക്കുന്ന എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. നിങ്ങൾക്കിപ്പോൾ എങ്ങനെ പുറത്ത് നോക്കുന്നവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം നാട്ടിൽ നിൽക്കുന്നതാണ് കേട്ടോ.
എന്താ പറയുക, നാട്ടിലൊരു ഫുഡിന്റെ ടേസ്റ്റ് ആണെങ്കിലും അതുപോലെ ആ ഒരു ആൾക്കാർ, നമുക്ക് നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റി, അതുപോലെ നമ്മുടെ ആൾക്കാർ എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പല പല ആൾക്കാരും പല പല രാജ്യക്കാരും, നമ്മുടെ ഇമോഷൻ അവർക്ക് എത്രത്തോളം മനസ്സിലാവും അങ്ങനെയൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ എന്തുകൊണ്ട് എനിക്കിഷ്ടം നാട് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ വന്ന് നിൽക്കാനൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും, ഇപ്പൊ പ്രവാസികളെല്ലാവരും വിചാരിച്ചിരിക്കണം ഈ ഒരു വർഷം നമുക്ക് നാട്ടിൽ പോയി നിൽക്കാം, അല്ലെങ്കിൽ അടുത്തൊരു വർഷം നമുക്ക് നാട്ടിൽ പോയി നിൽക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ 2 വർഷം കൊണ്ട്, ഇങ്ങോട്ട് വരുന്ന എല്ലാവരും വിചാരിച്ചോണ്ടിരിക്കണേ 2 വർഷം കൊണ്ട് നമുക്ക് നാട്ടിൽ പോയിട്ടൊന്ന് സെറ്റിൽ ആവാം, അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. അല്ല, നമ്മളിവിടെ നിൽക്കുമ്പോൾ അത് പ്രശ്നങ്ങൾ കൂടി കൂടി വരിക. നാട്ടിൽ നിൽക്കുവാണെങ്കിൽ ഇതേ പ്രശ്നങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ നിൽക്കുമ്പോഴല്ലോ പ്രശ്നങ്ങൾ അങ്ങ് കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ അത് കൂട്ടിക്കൊണ്ടേയിരിക്കും. കാരണം മണി മാനേജ്മെന്റ് അവർക്ക് അറിയത്തില്ല. കൂടുതൽ കൂടുതൽ പൈസ ഇവിടെ നിന്ന് വരുമ്പോൾ അവർ പ്രോപ്പറായിട്ട് എന്താണ്, ചിലപ്പോൾ 5 ലക്ഷം രൂപ കടമുള്ളവരായിരിക്കും ഇവിടെ വരുന്നത്. പക്ഷെ അവർക്കത് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അവരുടെ ലൈഫാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു കളർഫുൾ ഒന്നും അല്ല ദുബായ് ലൈഫ് എന്നെ സംബന്ധിച്ചിടത്തോളം. വെറുതെ ജോലി, അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഫാമിലി ഇവിടെ ആയതുകൊണ്ട് എനിക്ക് വലിയ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടം കേരള നാട് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണം ഒന്ന് അമർത്താനൊക്കെ മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്നാണ് കേട്ടോ ഞാൻ മേടിച്ചത്. സുവാ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. 3 ഡ്രസ്സാണ് കേട്ടോ ഞാൻ മേടിച്ചത്. അതിനകത്ത് ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഫസ്റ്റ് ഡ്രസ്സ് ഇതാ, ഒരു ടോപ്പ്, പിന്നെ ടോപ്പ് ഇങ്ങനെ കേട്ടോ വരുന്നത്. എനിക്ക് ഇട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഈ ഒരു ഷെയ്ഡാ, എനിക്ക് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് ഇല്ല, പണ്ടുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. ഇതിൻ്റെ പാൻറ്റും ഷോളും ഇതിങ്ങനെയാണ് കേട്ടോ, ഗ്രേ കളറാണ് വരുന്നത്. നല്ലൊരു മെറ്റീരിയലാണ് ഇത്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് മേടിച്ചത് കേട്ടോ. ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് മേടിച്ചത് ഇത്. അടുത്തൊരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് എത്രമാത്രം നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ പാൻറ്റും ഷാളും എല്ലാം ഈ കളർ തന്നെയാണ് കേട്ടോ, സെയിം കളറാണ്. ചെറിയായിട്ടൊരു ഡോട്ടർ പ്രിൻറ്റ് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സിൽക്ക് പോലത്തെ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ ദുപ്പട്ടയുടെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു കുഞ്ചലൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് കിട്ടിയിട്ട് ഞാനൊരു പട്ടിഷോ കാണിക്കാം കേട്ടോ. ഞാനിപ്പോൾ രാത്രി ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയണത് ഈ സംഗതി. ഞാൻ ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാമെന്നല്ലേ ഞാൻ പറഞ്ഞേ. അപ്പോൾ പക്ഷെ ഞാൻ മറന്നു പോയിരുന്നു ഇതൊന്നും വീഡിയോയിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ ഞാൻ ഇതൊന്നും ആഡ് ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ ഡ്രസ്സ് അതാണ്. പിന്നെ അത് 3 പീസ് സെറ്റാട്ടോ. 3 പീസ് സെറ്റാണത്. അത് പാൻ്റ് ഉണ്ട്, ടോപ്പുണ്ട്, പിന്നെ ഷോളുണ്ട്. ആ രണ്ടും 3 പീസ് സെറ്റാണ്. പക്ഷേ ഇതുണ്ടല്ലോ, പക്ഷേ ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 2 പീസ് സെറ്റാണ്. ഇതിൻ്റെ പാൻറ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇത് സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതൊരു കോളർ, ഇങ്ങനത്തെ കോളറൊക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയ ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ളൊരു സാധാ ഒരു ചെറിയൊരു ഡ്രസ്സ് കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ ഒരുപാട് വർക്കുള്ളതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. ലൈറ്റ് വർക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുത്താണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഒരു സിമ്പിൾ ഡിസൈനുള്ളൊരു ഡ്രസ്സാണ്, വേറെ ഡിസൈനൊന്നുമില്ലത്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതും അങ്ങനെ തന്നെയാണ്. ഇത് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ഇതിനത് ഇങ്ങനെ വർക്കൊക്കെ വരുന്നുണ്ട്. എൻ്റെ ദുപ്പട്ടയിലും വർക്ക് വരുന്നുണ്ട്, പാൻറ്റിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് സെക്കൻഡ് ഡ്രസ്സ്. പിന്നെ ഇതും എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടിട്ട് എടുത്താണ് കേട്ടോ. ഇതിനകത്തും ഇതുപോലെ വർക്കൊക്കെ വരുന്നുണ്ട്. അതും സിമ്പിൾ ഡിസൈൻ തന്നെയാണ്, വലിയ ഡിസൈനൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എന്നോട് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കല്ലെങ്കിൽ ഒരുപാട് വർക്കുള്ളതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കൂടുതൽ ഇതുപോലെ എന്തെങ്കിലും ചെറിയ വർക്കൊക്കെ ഉള്ളതാണ് എനിക്കിഷ്ടം. ഇതൊന്നും വലിയ വലിയ പൈസയുടെ ഒന്നും അല്ല കേട്ടോ. ഇത് ചെറിയ ചെറിയ പൈസയുടെയാണ്. ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഐഷൂ ഉണ്ടായിട്ട് 1.5 വർഷമായി. ഞാൻ അധികം ഡ്രസ്സ് കൊടുക്കുന്ന ആളല്ല. അന്നങ്ങ് അപ്പോഴും കണ്ട് എടുത്തതാണ്. എനിക്കങ്ങനെ ഒരുപാട് ഡ്രസ്സിനോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. ഇഷ്ടമില്ലാണ്ടല്ല, എനിക്കങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഒത്തിരി ക്യാഷൊന്നും ഡ്രസ്സിലൊന്നും. ഇവിടെ നമ്മൾ ഓഫീസ് വെയർ അല്ലേ ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഓഫീസിൽ ഇടാൻ പറ്റിയതാണ്, അതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് കളറാണ് ഇഷ്ടം, ഇതിനകത്ത് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ എന്നെ അറിയിക്കണേ. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് കേട്ടോ.